വൻകര ഏതെന്ന് കണ്ടെത്തുക. ഏറ്റവും വലിയ വൻകര, ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന വൻകര, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന വൻകര. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏഷ്യയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആഫ്രിക്കയിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ശരിയാണ്. ഏകദേശം 6850 കിലോമീറ്റർ ആണ് നൈലിന്റെ നീളം. ശരിയാണ്. നൈൽ ആഫ്രിക്കൻ വൻകരയിലെ 11 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. അതും ശരിയാണ്. അടുത്ത ചോദ്യം, ഈജിപ്ത്, സുഡാൻ രാജ്യങ്ങളുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കുന്ന നദിയേത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. നൈലാണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള വൻകര ഏത്? വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള വൻകര. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വടക്കേ അമേരിക്കയാണ്. ഏറ്റവും വലിയ വൻകര ഏഷ്യ, 2-ാം സ്ഥാനം ആഫ്രിക്കയ്ക്ക്, 3-ാം സ്ഥാനം വടക്കേ അമേരിക്കയ്ക്ക്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാക്കിൻലി. അലാസ്ക പർവ്വതനിരയിലാണ് മാക്കിൻലി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചമഹാ തടാകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചമഹാ തടാകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4, 5, 6. അതായത് സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, വടക്കൻ പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി നിർമ്മിക്കുന്ന വീട്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇഗ്ലു. അടുത്ത ചോദ്യം, വൻകര കണ്ടെത്തുക. വലിപ്പത്തിൽ 4-ാം സ്ഥാനം, പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര. ഈ വൻകരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്ക്വ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, പിരാന മത്സ്യം പ്രധാനമായും കാണപ്പെടുന്ന നദി ഏത്? പിരാന മത്സ്യം കാണപ്പെടുന്ന നദി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആമസോൺ. അടുത്ത ചോദ്യം, വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര ഏത്? വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര. ഓപ്ഷൻ സി ആണ് ഉത്തരം. അന്റാർട്ടിക്കയാണ്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെ? ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. അതായത് മൈത്രി, ഭാരതി, ദക്ഷിണ ഗംഗോത്രി. അടുത്ത ചോദ്യം, പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ മെയിൻസിന് ചോദിച്ച ചോദ്യമാണിത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. കൂടാതെ അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് ശരിയായത്. 3ാമത്തെ പ്രസ്താവനയിൽ കൊടുത്തിരിക്കുന്നത് ഭൗമോപരിതലത്തിന്റെ 1/6 ഭാഗം വിസ്തൃതിയുണ്ട്. അത് തെറ്റാണ്. ഭൗമോപരിതലത്തിന്റെ 1/3 ഭാഗം വിസ്തൃതിയുണ്ട്. ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഏതു വർഷമാണ് ഇന്ത്യ ദക്ഷിണ ഗംഗോത്രിയിൽ നിന്ന് തപാൽ ഓഫീസ് തുറന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1983-ലാണ്. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര.
യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, യുറാൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന വൻകരയെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇറാത്തോസ്തനീസ്. അടുത്ത ചോദ്യം, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ സി ആണ് ഉത്തരം, തെയിൽസ്. ശരിക്കും ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ആകൃതി ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജിയോയിഡ്. അടുത്ത ചോദ്യം, ഭൂമിക്ക് ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചതാര്? ഈ ഒരു ആകൃതി എന്ന് പറയുന്നത് ജിയോയിഡ് ആണ്. ഈ ഒരു ആകൃതിയാണെന്ന് സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഐസക് ന്യൂട്ടൺ. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ്? എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 0 ഡിഗ്രി. നമുക്കറിയാം 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഭൂമധ്യരേഖ. ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും 2ആയി വിഭജിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നു. അത് തെറ്റാണ്. ഒരു ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകൾ എന്നും ഒരു ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകളെ രേഖാംശ രേഖകൾ എന്നുമാണ് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഭൂമധ്യരേഖയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരാർദ്ധഗോളം. ഭൂമധ്യരേഖയുടെ തെക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ദക്ഷിണാർദ്ധഗോളം. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകളാണ് രേഖാംശ രേഖകൾ. അതും ശരിയാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ചോദ്യം വ്യക്തമായി വായിക്കണം. 0 ഡിഗ്രി രേഖാംശ രേഖ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2ഉം 4ഉം. അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖാംശം എന്ന് അറിയപ്പെടുന്നത്. കൂടാതെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നതും 0 ഡിഗ്രി രേഖാംശ രേഖയെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂമധ്യരേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. ഇവിടെ ചോദ്യം 0 ഡിഗ്രി രേഖാംശ രേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2ഉം 4ഉം. അടുത്ത ചോദ്യം, ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം, അതായത് 4 മാത്രം ശരി. എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അതാണ് ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം. അടുത്ത ചോദ്യം, 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം ഏത് പേരിൽ അറിയപ്പെടുന്നു? 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചുവടെ പറയുന്ന അക്ഷാംശ രേഖകളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, അതായത് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ആർട്ടിക് വൃത്തം, 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖ ദക്ഷിണായന രേഖ. അടുത്തത് 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖ അന്റാർട്ടിക് വൃത്തം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ രേഖാംശം എത്രയാണ്? അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനരേഖയുടെ രേഖാംശം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 180 ഡിഗ്രി.
180 ഡിഗ്രിയാണ് അന്താരാഷ്ട്ര ദിനരേഖ. അടുത്ത ചോദ്യം, ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുന്നത് എന്തുമൂലമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭ്രമണം. മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 0 ഡിഗ്രി രേഖാംശമാണ് മാനക രേഖാംശം. ഭൂമിയുടെ ഭ്രമണം എവിടെ നിന്ന് എവിടേക്കാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണം. പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് എത്ര ദിവസം വേണ്ടിവരും? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 365 കാൽ ദിവസം. 365 ദിവസവും പിന്നെ ഒരു കാൽ ദിവസവും വേണ്ടിവരും. ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പരിക്രമണം. ഭൂമിയിൽ പകലും രാത്രിയും അനുഭവപ്പെടുന്നതിന് കാരണം ഭ്രമണവും ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടുന്നതിന് കാരണം പരിക്രമണവുമാണ്. ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത എത്രയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 96,000 km/മണിക്കൂർ. ശരിയായി ചേരുംപടി ചേർക്കുക. പ്രദേശങ്ങളും അവിടെ അധിവസിക്കുന്ന ഗോത്രവർഗക്കാരുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആഫ്രിക്കയിൽ അധിവസിക്കുന്ന ഗോത്രവർഗങ്ങളാണ് പിഗ്മികൾ. അവർ പ്രധാനമായിട്ടും കോങ്കോ നദീതടത്തിലാണ് അധിവസിക്കുന്നത്. മലേഷ്യയിൽ സെമാങ്ങുകൾ, ഇന്തോനേഷ്യ കുബു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സ്ഥാനം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സ്ഥാനം. അടുത്ത ചോദ്യം, മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. അതായത് മഹാഗണി, എബണി, റോസ്വുഡ് ഇവയെല്ലാം കാണപ്പെടുന്നതാണ് മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വനങ്ങളെ പൊതുവെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതുകൊണ്ടാണ് ഇവയെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവവൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്ന ആമസോൺ നദീതടം ഏത് വൻകരയിലാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തെക്കേ അമേരിക്കയിലാണ്. അടുത്ത ചോദ്യം, ശരിയായി ചേരുംപടി ചേർക്കുക. പ്രദേശങ്ങളും അവിടെ താമസിക്കുന്ന ഗോത്രവർഗക്കാരുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കലഹാരി ബുഷ്മൻ, പശ്ചിമ സഹാറ ദ്വാരക് വംശജർ, അറേബ്യൻ മരുഭൂമി ബെഡോയിനുകൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? മരുഭൂമികൾ അവ സ്ഥിതി ചെയ്യുന്ന വൻകരകളാണ്. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? ഓപ്ഷൻ ഇ ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അതായത് കലഹാരി ആഫ്രിക്കയിലാണ്, താർ മരുഭൂമി ഏഷ്യയിൽ, അറ്റക്കാമ തെക്കേ അമേരിക്ക, മൊഹേവ് വടക്കേ അമേരിക്ക. മരുഭൂമികളിലെ ജലലഭ്യമായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് മരുപ്പച്ച. നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഈജിപ്ത്. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത്? ഈജിപ്തിന്റെ ജീവരക്തം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നൈലാണ്. കാലാവസ്ഥാ മേഖല ഏതെന്ന് കണ്ടെത്തുക. ആർട്ടിക് വൃത്തത്തിന് 66
ഡിഗ്രി വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല. ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിലെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഉയർന്ന താപം. ഏതാണ് ഈ കാലാവസ്ഥാ മേഖല? ഓപ്ഷൻ ബി ആണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മെർക്കാറ്റർ. ക്രിസ്റ്റഫർ കൊളംബസ് ഇന്ത്യയെ തേടിയുള്ള ആദ്യ കപ്പൽ യാത്ര നടത്തിയതെന്ന്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. AD 1492 ഏകദേശം 150 ദിവസം കൊണ്ട് സമുദ്രമാർഗം പായിക്കപ്പലിൽ ലോകം ചുറ്റിയ മലയാളിയായ നാവിക ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അഭിലാഷ് ടോമി. ഏതെല്ലാം മേഖലകളിലാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഇ ആണ് ഉത്തരം. ഇവയിലെല്ലാം, അതായത് ഭൂമിശാസ്ത്ര പഠന മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ, ഭരണനിർവഹണ മേഖലയിൽ, ഗതാഗത മേഖലയിൽ, ഇവയിലെല്ലാം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ഭൂപടം വരച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അനക്സിമാൻഡർ. ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. എബ്രഹാം ഓർട്ടേലിയസ്. അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാർട്ടോഗ്രാഫി. കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിലെ പദത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫ്രഞ്ച്. കാർട്ടെ എന്ന ഫ്രഞ്ച് വാക്കിന് അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭൂപടം. ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം, അതായത് തോത്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ഇവയെല്ലാം ഭൂപടങ്ങളിലെ അവശ്യ ഘടകങ്ങളാണ്. ഭൂപടങ്ങളിൽ തോതുകൾ രേഖപ്പെടുത്തുന്ന രീതി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം, അതായത് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. തോത് രേഖപ്പെടുത്തുന്ന ഏത് രീതിക്ക് ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്? 1:10,000. ഏത് രീതിയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഭിന്നക രീതി. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം. അക്ഷാംശ രേഖകൾ. അടുത്തത് ചാപ്റ്റർ 7, ഭൂമിയും ജീവലോകവും. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങൾ? ഓപ്ഷൻ സി ആണ് ഉത്തരം. പർവ്വതങ്ങൾ. ഭൂമിയിൽ എത്ര ശതമാനമാണ് ശുദ്ധജലമുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3%. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉരുൾപൊട്ടൽ. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാൻ ആവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകുന്നതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. വെള്ളപ്പൊക്കം. രണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രോപ്പോപാസ് ആണ്. ഏതാണ്? ട്രോപ്പോപാസ്. അയണോസ്ഫിയർ ഏതിന്റെ ഭാഗമാണ്? അയണോസ്ഫിയർ ഏതിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തെർമോസ്ഫിയറിന്റെ ഭാഗമാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്?
ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. നോക്കാം. മീസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. ശരിയാണ്. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതും ശരിയാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് തടയുന്നു. അതും ശരിയാണ്. എന്നാൽ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് റേഡിയോ തരംഗങ്ങളെ മീസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. അത് തെറ്റാണ്. അത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം. ലിസ്റ്റ് 1 പരാമർശിക്കുന്ന അന്തരീക്ഷ പാളികൾ, ലിസ്റ്റ് 2 പരാമർശിക്കുന്ന സവിശേഷതകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ശരിയായി ജോഡി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അതായത് ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം, സ്ട്രാറ്റോസ്ഫിയർ വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യം, മീസോസ്ഫിയർ ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി, തെർമോസ്ഫിയർ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ പാളി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം അന്തരീക്ഷ പാളികളിലാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ലും 3ലും, അതായത് ട്രോപ്പോസ്ഫിയറിലും മീസോസ്ഫിയറിലും. അടുത്ത ചോദ്യം. 1997 ഒപ്പുവെച്ച ക്യോട്ടോ ഉടമ്പടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം. ആഗോള താപനത്തിന് കാരണമായ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക. അന്തരീക്ഷ വായുവിൽ ഏതിന്റെയെല്ലാം അളവിലുള്ള വർധനവാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതിന്റെയൊക്കെയാണ്? മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നീരാവി, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത്. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ട്രോപ്പോസ്ഫിയർ. ഭൗമാന്തരീക്ഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ പാളി ഏതാണ്? ഭൗമാന്തരീക്ഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ പാളി? ഓപ്ഷൻ എ ആണ് ഉത്തരം. തെർമോസ്ഫിയർ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്സിജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വാതകം. അത് തെറ്റാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അന്തരീക്ഷ വസ്തുക്കളിൽ ഏറിയ പങ്കും ഭൂമിയോടടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന താപനിലയും ജലാശയങ്ങളുടെ സാമീപ്യവും അന്തരീക്ഷ ജലാംശം കൂട്ടുന്നു. മേഘരൂപീകരണത്തിന് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ സഹായകമാകുന്നു. ഈ പ്രസ്താവനയൊക്കെ ശരിയാണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായത്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെപ്റ്റംബർ 16. മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം ചുവടെ പറയുന്നവയിൽ ഏതാണ്? മോൺട്രിയൽ ഉടമ്പടിയുടെ ഉദ്ദേശം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന രാസവസ്തുക്കളുടെ ബഹിർഗമനം കുറയ്ക്കുക. അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ ഗാഢതയാണ് ആഗോള താപനത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ്. ഡോപ്സൺ യൂണിറ്റ് ചുവടെ പറയുന്നവയിൽ എന്തിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഡോപ്സൺ യൂണിറ്റ്. അന്തരീക്ഷത്തിലെ
ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, റെഫ്രിജറേറ്ററുകൾ. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത്? ഓപ്ഷൻ സി ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, നൈട്രജൻ ആണ്. ബാക്കിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ ഇവ ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. കാർബൺ ക്രെഡിറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർബൺ ക്രെഡിറ്റ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആഗോളതാപനം. വരും വർഷങ്ങളിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വർദ്ധിതമായ സാധ്യതയാണുള്ളത്. ഇതിന് പ്രധാന കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓസോൺ പാളിയുടെ കനം കുറയുന്നതാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉയരത്തിന് ആനുപാതികമായി ക്രമമായ താപനഷ്ടം സംഭവിക്കുന്നു. അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത്? അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ട്രോപ്പോസ്ഫിയറിലാണ്. ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 0 മുതൽ 90 കിലോമീറ്റർ വരെ. ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിനു ശേഷം വാതക സംരചനയിൽ ഐക്യരൂപമില്ല. പ്രസ്തുത അന്തരീക്ഷ ഭാഗത്തിന്റെ പേരെന്ത്? 90 കിലോമീറ്റർ ഉയരത്തിനു ശേഷം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഹെറ്ററോസ്ഫിയർ. ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവിലൂടെ അന്തരീക്ഷ താപനില ഉയർന്നു വരുന്നു. ഈ പ്രസ്താവനയിലെ പ്രക്രിയ ഏത്? ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവിലൂടെ അന്തരീക്ഷ താപനില ഉയരുന്നു. ഈ പ്രസ്താവനയിലെ പ്രക്രിയ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആഗോളതാപനം. ചുവടെ തന്നിട്ടുള്ളതിൽ ഏത് പ്രദേശത്താണ് അന്തരീക്ഷ ജലം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരത്താണ്. അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിന്റെ അവരോഹണ ക്രമത്തിൽ വാതകങ്ങളെ പുനഃക്രമീകരിക്കുക. അവരോഹണ ക്രമത്തിൽ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഏറ്റവും കൂടുതൽ നൈട്രജൻ, അത് കഴിഞ്ഞാൽ ഓക്സിജൻ, അത് കഴിഞ്ഞാൽ ആർഗൺ, അത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. 4, 2, 1, 3 ആ ഒരു ക്രമത്തിലാണ് വരുന്നത്. നമുക്ക് അടുത്തയിലേക്ക് വരാം. ആദ്യ ചോദ്യം, അവസാദ ശിലകൾക്ക് ഉദാഹരണം അല്ലാത്തതേത്? ചോദ്യം വ്യക്തമായി വായിക്കണം. അവസാദ ശിലകൾക്ക് ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2, 4. അതായത് ഗ്രാനൈറ്റ്, സ്ലേറ്റ് ഇവ അവസാദ ശിലകൾക്ക് ഉദാഹരണമല്ല. എന്നാൽ മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല് ഇവ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ചോദ്യം ഉദാഹരണമല്ലാത്തത് എന്നാണ്. അങ്ങനെയാവുമ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 4 മാത്രം. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡിസംബർ 5-നാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തെറ്റുണ്ട്. ശരിക്കും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്? ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അസ്തനോസ്ഫിയർ. അടുത്ത ചോദ്യം, ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. അതായത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവയെല്ലാം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏത്? അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അവസാദ ശിലയാണ്. അടുക്കുശിലകൾ എന്നറിയപ്പെടുന്നത് അവസാദ ശില. സമുദ്രഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ? സമുദ്രഭൂവൽക്കത്തിൽ മുഖ്യമായും അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 3. അതായത് സിലിക്ക, മഗ്നീഷ്യം. അടുത്ത ചോദ്യം, ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ഭൂമിയിലെ
എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആഗ്നേയ ശിലകൾ. ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഓപ്ഷൻ സി ആണ്, ബസാൾട്ട് ആണ്. അടുത്ത ചോദ്യം, അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഏത്? അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ രൂപപ്പെടുന്ന ശില ഓപ്ഷൻ എ ആണ് ഉത്തരം, ആഗ്നേയ ശില. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉൾഭാഗമായ നിഫയിൽ ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്? നിഫെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, നിക്കലും ഇരുമ്പും. അടുത്ത ചോദ്യം, മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ്, കായാന്ത്രിത ശില. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്ത്രിത ശിലയാണ്. മണ്ണിന്റെ ഘടന, ഉത്ഭവം, വിതരണം, പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? മണ്ണിന്റെ ഘടന, ഉത്ഭവം, വിതരണം, പ്രവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ആണ് ഉത്തരം, പെഡോളജി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? ഓപ്ഷൻ സി ആണ് ഉത്തരം, മാന്റിൽ, ഭൂവൽക്കം. ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് ശിലാമണ്ഡലം? മാന്റിൽ, ഭൂവൽക്കം. എല്ലാ ശിലകളും താഴെ പറയുന്ന ഏത് ശിലയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആഗ്നേയ ശില. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 4 പ്രസ്താവനകളും ശരിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ശരിയാണ്. ആഗ്നേയ ശിലകൾ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നതാണ്. അതും ശരിയാണ്. നൈസ്, മാർബിൾ, ഷീറ്റ്സ് എന്നിവ കായാന്ത്രിത ശിലകൾക്ക് ഉദാഹരണമാണ്. അതും ശരിയാണ്. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. അതും ശരിയാണ്. എല്ലാം ശരിയാണ്. ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്നറിയപ്പെടുന്നത്? ഭൂമിയുടെ അന്തർഭാഗത്തെ പാളികളിൽ ഏതാണ് നിഫെ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആന്തര അകക്കാമ്പ്. ഭൗമപാളികളിൽ ഏറ്റവും കനം കുറഞ്ഞ പാളി ഏത്? ഓപ്ഷൻ ബി ആണ്, ഭൂവൽക്കമാണ്. ഭൗമപാളികളിൽ ഏറ്റവും കനം കുറഞ്ഞ പാളി ഭൂവൽക്കം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കനം കൂടിയ പാളി ഏതാണ്? അറിയുന്നവർ കമന്റ് ചെയ്യുക. മണ്ണിന്റെ രൂപീകരണത്തിൽ ഗണ്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓപ്ഷൻ ഇ ആണ് ഉത്തരം, ഇവയെല്ലാം. അതായത് ഭൂപ്രകൃതി, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ, മാതൃശില ഇവയെല്ലാം മണ്ണിന്റെ രൂപീകരണത്തിൽ ഗണ്യമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മരുഭൂമികളിൽ ഏറ്റവും സജീവമായി നടക്കുന്നത് ഏതുതരം അപക്ഷയമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഭൗതിക അപക്ഷയം. വിവിധ ഭൗമപാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഏറ്റവും പുറമെയുള്ള പാളി ഭൂവൽക്കം, പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ മാന്റിൽ, പിന്നെ വരുന്നത് പുറക്കാമ്പ്, പിന്നെ വരുന്നത് അകക്കാമ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഉയർന്ന താപമർദ്ദങ്ങളാൽ ശിലകൾ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമായി രൂപം കൊള്ളുന്ന ശിലയേത്? ഓപ്ഷൻ ബി ആണ്, കായാന്ത്രിത ശില. ശിലയേതെന്ന് തിരിച്ചറിയുക. താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന ശിലാപദാർത്ഥങ്ങൾ കട്ടിപിടിച്ച് രൂപപ്പെടുന്നു. ഏതാണ് ഈ ശില? ഓപ്ഷൻ സി ആണ്, അവസാദശില. അന്താരാഷ്ട്ര
മണ്ണ് വർഷമായി ആചരിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് 2015. വൻകര ഭൂവൽക്കത്തെ ഡാഷ് എന്നും വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തെ ഓപ്ഷൻ സി ആണ് ഉത്തരം, സിയാൽ എന്നും വിളിക്കുന്നു. സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നും വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നും വിളിക്കുന്നു. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 2, 4. അതായത് സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ഇവ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടമേത്? ഭൂനികുതി ഈടാക്കുന്നതിനും ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചു സൂക്ഷിക്കുന്ന ഭൂപടം? ഓപ്ഷൻ എ ആണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഓപ്ഷൻ സി ആണ് ഡെറാഡൂൺ. ഭൂപടത്തിൽ വിവിധ ഭൂരൂപങ്ങളെ സൂചിപ്പിക്കുന്ന നിറങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 ശരിയാണ്. 4ാമത്തെ തെറ്റാണ്. നോക്കാം. പാർപ്പിടങ്ങൾ, റോഡുകൾ ചുവപ്പ് നിറം, തീവണ്ടിപ്പാത, അക്ഷാംശ രേഖാംശ രേഖകൾ കറുപ്പ് നിറം, മൺകൂനകൾ, കുന്നുകൾ തവിട്ട് നിറം. ഇത് 3 ശരിയാണ്. 4ാമത്തെ തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കൃഷിസ്ഥലം പച്ച നിറം. അത് തെറ്റാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറമേത്? ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം? ഓപ്ഷൻ ഡി ആണ് വെള്ളയാണ്. ഈ ഒരു ചോദ്യവും ചോദിച്ചിട്ടുള്ളതാണ്. ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ എഴുതി ചേർക്കുക. കൃഷിഭൂമി മഞ്ഞ, അങ്ങനെയാണെങ്കിൽ റോഡ്. കൃഷിഭൂമി മഞ്ഞ നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. റോഡ്. ഓപ്ഷൻ ബി ആണ് ചുവപ്പ് നിറം. ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ എഴുതി ചേർക്കുക. ഭൗതിക ഭൂപടത്തിന് ഉദാഹരണമാണ് ഭൂപ്രകൃതി ഭൂപടം. അങ്ങനെയാണെങ്കിൽ സാംസ്കാരിക ഭൂപടത്തിന് ഉദാഹരണം? ഓപ്ഷൻ സി ആണ് ഉത്തരം, വ്യാവസായിക ഭൂപടമാണ്. ബാക്കിയുള്ള കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക സസ്യജാല ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം ഇവയെല്ലാം ഭൗതിക ഭൂപടങ്ങളാണ്. ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ എഴുതി ചേർക്കുക. വലിയ തോത് ഭൂപടം ധരാതലീയ ഭൂപടം, ചെറിയ തോത് ഭൂപടം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എ ആൻഡ് സി. അതായത് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ ഇവ രണ്ടും ചെറിയ തോത് ഭൂപടങ്ങളാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തീമാറ്റിക് ഭൂപടങ്ങൾ. ചുവടെ ചേർത്തിരിക്കുന്ന ഭൗമവിവരങ്ങൾ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്, കുഴൽ കിണർ ചുവപ്പ് നിറം. അത് തെറ്റാണ്. കുഴൽ കിണർ നീല നിറമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. തീവണ്ടിപ്പാത കറുപ്പ്, ജലാശയങ്ങൾ നീല നിറം, പാറക്കൂട്ടങ്ങൾ തവിട്ട് നിറം. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയായി കണക്കാക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ്. ഏറ്റവും കുറഞ്ഞ താപനിലയായി കണക്കാക്കപ്പെടുന്നത് സൂര്യോദയത്തിന് തൊട്ടു മുമ്പുള്ള താപനിലയാണ്. ഏറ്റവും കൂടിയ താപനില ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഒരു പ്രദേശത്തെ താപവ്യതിയാനങ്ങൾക്ക് കാരണം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. അതായത് അക്ഷാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, സമുദ്ര സാമീപ്യം ഇവയെല്ലാം ഒരു പ്രദേശത്തെ താപവ്യതിയാനങ്ങൾക്ക് കാരണമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം? ഓപ്ഷൻ സി ആണ് ഉത്തരം, കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം ക്രമേണ കുറഞ്ഞു വരുന്നു. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരം?
ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അടുത്ത ചോദ്യം, മർദ്ദമാപിനിയിൽ മർദ്ദം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏകകം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ ആൻഡ് ബി, അതായത് ഹെക്ടോ പാസ്കലിലും മില്ലി ബാറിലും. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാറ്റ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നതാണ് കാറ്റ്. കഞ്ചിക്കോട് കാറ്റാടി ഫാം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പാലക്കാട് ജില്ലയിൽ. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർദ്രത. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഘനീകരണം. നീരാവി തണുത്ത് ജലമായി മാറുന്ന പ്രക്രിയ ഘനീകരണം. താഴ്വരകളിലും ജലാശയങ്ങൾക്കും മുകളിലും പുക പോലെ നേർത്ത ജലകണികകൾ തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. ഓപ്ഷൻ എ ആണ് ഉത്തരം. മൂടൽമഞ്ഞ്. തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻ ബി ആണ് തുഷാരം. ശരിയായി ചേരുംപടി ചേർക്കുക. താഴെ തന്നിരിക്കുന്നവ ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മഴ. ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. മഞ്ഞുവീഴ്ച. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. ആലിപ്പഴം. മഞ്ഞുകട്ടയുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥ. ഓപ്ഷൻ എ ആണ് ദിനാന്തരീക്ഷ സ്ഥിതി. അടുത്തത്, ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരി. ഓപ്ഷൻ ബി ആണ് കാലാവസ്ഥ. ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എഫ് ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. അനിമോമീറ്റർ കാറ്റിന്റെ വേഗത അളക്കുന്നു. വിൻഡ് വെയിൻ കാറ്റിന്റെ ദിശ. ആർദ്രതാ മാപിനി അന്തരീക്ഷ ആർദ്രത. ഉഷ്ണമാപിനി അന്തരീക്ഷ താപം. മഴമാപിനി മഴ. എല്ലാം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഉപരിതല ജലസംരക്ഷണത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ? ഉപരിതല ജലസംരക്ഷണത്തിന് സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, അതായത് തടയണകളുടെ നിർമ്മാണം, മഴക്കുഴികളുടെ നിർമ്മാണം. ഇവ രണ്ടുമാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ജോഡി ചേർക്കുക. സ്ഥലങ്ങളും ആ സ്ഥലങ്ങൾക്ക് അനുയോജ്യമായ കിണറുകളുമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവ ശരിയായി ജോഡി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ജലപീഠം ഏറെ താഴെയുള്ള പ്രദേശങ്ങളിൽ കുഴൽക്കിണർ, മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ അരിപ്പ കിണർ, പ്രവേശനീയത ഇല്ലാത്ത രണ്ട് പാളികൾക്കിടയിലെ പ്രവേശനീയത ഉള്ള ഭാഗത്ത് ആർട്ടീഷ്യൻ കിണർ, ജലപീഠം ഏറെ ഉയർന്ന സ്ഥലങ്ങളിൽ സാധാരണ കിണർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രവേശനീയത ഏറ്റവും കൂടുതലുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മണല്. മണലിനാണ് പ്രവേശനീയത ഏറ്റവും കൂടുതലുള്ളത്. ചുവടെ തന്നിട്ടുള്ള ജലസ്രോതസ്സുകളിൽ ഉപരിതല ഉറവിടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3, അതായത് നദികൾ, കായലുകൾ. ഇവ ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ചുവടെ തന്നിട്ടുള്ള ജലസ്രോതസ്സുകളിൽ ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതൊക്കെ? ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 4, അതായത് കുളങ്ങൾ, കിണറുകൾ. തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. മേൽപ്പറഞ്ഞ രണ്ടും, അതായത് കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു,
ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്? ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫെബ്രുവരി 2. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ജലപീഠം. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പ് അറിയപ്പെടുന്നത് ജലപീഠം. ലോക ജലദിനം ഓപ്ഷൻ ബി ആണ് ഉത്തരം, മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗീസർ. ചുവടെ തന്നിട്ടുള്ളത് ശിലകളുടെ ചില ഗുണമാണ്. ഏതു പേരിലാണ് ഈ ഗുണം അറിയപ്പെടുന്നത്? മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുള്ള അവസ്ഥ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സുഷിരിതാവസ്ഥ. ഭൂമിയിലെ ശുദ്ധജലവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2ഉം 4ഉം. അതായത് ആകെ ജലത്തിന്റെ 97% ലവണജലമാണ്. അത് ശരിയാണ്. അപ്രാപ്യമായ ശുദ്ധജലത്തിന്റെ അളവ് 2.67%. 2ഉം 4ഉം പ്രസ്താവന ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവന തെറ്റാണ്. നോക്കാം. ഭൂമിയിൽ ശുദ്ധജലമാണ് കൂടുതൽ, അത് തെറ്റാണ്. ഭൂമിയിൽ ലവണജലമാണ് കൂടുതൽ. അടുത്തത്, മനുഷ്യന് ലഭ്യമായത് 0.93% ശുദ്ധജലമാണ്, അതും തെറ്റാണ്. മനുഷ്യന് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിന്റെ അളവ് 0.33%. ശരിയായ പ്രസ്താവന 2ഉം 4ഉമായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഈ സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ ശ്രമിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്